അവസാനം രക്ഷകൻ വിജയ് ഓടി ഒളിച്ചു. ഇളയ ദളപതി വിജയ് മറന്നുപോയൊരു കാര്യമുണ്ട്. You have a gift. You have power. And with great power, there must also come great responsibility. ഇത് ആദ്യം പറഞ്ഞ സ്പൈഡർമാൻ മൂവി ഒന്നും അല്ല കേട്ടോ, സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിലാണ്. അധികാരത്തിന്റെ ശക്തിയുടെ കഴിവിന്റെയൊക്കെ കരുത്ത് ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ മാരകമാണെന്ന് തിരിച്ചറിയാവുന്ന എല്ലാ മനുഷ്യരും ഉത്തരവാദിത്തത്തെ കുറിച്ച്, അധികാരത്തിനൊപ്പം വരുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. She told me that with great power comes great responsibility. Wait, what? How do you know that? Uncle Ben said it. വെളുത്ത ടാറ്റാ സുമോയിൽ വെളുത്ത കുപ്പായമിട്ട് വന്ന് കറുത്ത വില്ലന്മാരെ നിഗ്രഹിക്കുന്ന രക്ഷക അവതാരമാണ് സിനിമയിൽ വിജയ്. എന്നാൽ ഇന്നലെ യഥാർത്ഥ ജീവിതത്തിലെ വിജയ് രക്ഷകനായിരുന്നില്ല, നായകനായിരുന്നില്ല. അപകടമുണ്ടായപ്പോൾ എന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്ന് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ട് മിണ്ടാതെ തലകുനിച്ച് കാരവനിലേക്ക് കയറി അവിടെ നിന്ന് വിമാനം ചാർട്ട് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോയി സ്വന്തം തടികാത്ത ഭീരുവായി മാറി വിജയ്. സിനിമയിലെ രക്ഷകനായ നായകൻ ജീവിതത്തിൽ ഭീരുവായ ഉത്തരവാദിത്തമില്ലാത്ത മരണത്തിന്റെ വ്യാപാരിയായി മാറി. സത്യത്തിൽ റിയൽ ലൈഫും തമ്മിൽ എല്ലാവരുടെയും ഇത്രയും വ്യത്യാസമുണ്ട്. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു ബുദ്ധിമാന്റെയും ബുദ്ധിയില്ലാത്തവന്റെയും കഥ പറയുന്നുണ്ട്. ബുദ്ധിയില്ലാത്തവനെ ഭോഷൻ എന്നാണ് ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത്. സിനിമയിലെ ഇളയ ദളപതിയോടുള്ള ആവേശവും അതിനോടുള്ള ജനപ്രീതിയും ഒക്കെ മണ്ണിൽ ജനങ്ങളോടൊത്ത് പണിയെടുക്കുന്ന സാധാരണ ദൈനംദിന അനുഭവത്തോടുള്ള രാഷ്ട്രീയക്കാരുടെ ജീവിതത്തോടുള്ള മിഥ്യാധാരണയിലായിരുന്നു വിജയ്. നടൻ സംഘാടകനല്ല തിരശീലയിലെ ജനപ്രിയൻ, രാഷ്ട്രീയക്കാരൻ സംഘാടകൻ, ദൈനംദിന ജീവിതത്തിൽ അയാൾ ജനപ്രിയൻ, തിരശീലയില അല്ല. ബൈബിൾ കഥയിൽ പറയുന്നത് പോലെ സിനിമയിലെ ജനപ്രീതി എന്ന അടിസ്ഥാനത്തിൽ വിജയ് തന്റെ വീട് രാഷ്ട്രീയ പാർട്ടി പണിയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ അടിസ്ഥാനം വെറും മണലായിരുന്നു, അത് ഉറച്ചില്ല. 2025 സെപ്റ്റംബർ 27 വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടിയുടെ റാലി കരൂരിൽ തീരുമാനിക്കപ്പെടുന്നു. വിജയ് 10 മണിക്ക് എത്തുമെന്ന് അറിയിക്കുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ആരാധകർ അങ്ങോട്ട് ഒഴുകുകയാണ് വിജയിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. മണിക്കൂറുകളോളം പോരി വെയിലത്ത് വിശന്ന് ദാഹിച്ച് തളർന്ന് കാത്തു നിൽക്കുന്ന മനുഷ്യർ. രാവിലെ 10 മണിയായി, 12 വിജയ് വന്നില്ല. അവസാനം വിജയ് എത്തിയത് വൈകുന്നേരം 7 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. പോലീസ് റാലി നടത്താൻ വേണ്ടി അനുവദിച്ച സമയം ഉച്ചയ്ക്ക് 2:30. ആകെ അനുമതി 10,000 പേർക്കാണ് മാക്സിമം. എത്തിയത് കുട്ടികളടക്കം. 2 ലക്ഷത്തോളം പേരെന്ന് മനോരമ പറയുന്നു, 30,000-ഓളം പേരെന്ന് മാതൃഭൂമി പറയുന്നു. വിജയ് രാത്രി 7-ന് എത്തിയപ്പോഴേക്കും ആളുകൾ തളർന്നിരുന്നു, നിർജ്ജലീകരണം കൊണ്ട് കുഴഞ്ഞു വീണിരുന്നു. വെറും ആരാധകരുടെ ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പാർട്ടിയില്ല, പാർട്ടിക്ക് സംഘടനാ സംവിധാനങ്ങളില്ല, ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ല. ഈ 2 ലക്ഷമായാലും 30,000 ആണെങ്കിലും അവിടെ കൂടി നിൽക്കുന്നിടത്ത് വിജയ് വണ്ടിക്ക് മുകളിൽ നിന്ന് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത ജനക്കൂട്ടം, ദാഹിച്ചു മരിക്കുന്നവർ വെള്ളക്കുപ്പിക്കായി പിടിവലി, ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. അപ്പോഴേക്കും സ്ഥലത്ത് ആംബുലൻസുകൾ എത്തിത്തുടങ്ങി. എന്നാൽ വിജയ് അതിനെയും ഒരു തമാശയായിട്ടാണ് കണ്ടത്. അതിനിടയിൽ ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വിജയ് തന്നെ അനൗൺസ് ചെയ്തു. അശ്മിക 9 വയസ്സിൽ ഒരു പൊണ്ണ് കാണുമാ, തമ്പികളാ கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க. ആംബുലൻസിൽ നമ്മ കൂടി ഇരിക്കും. ഇത് എന്താണ് ഈ ആംബുലൻസിൽ നമ്മുടെ കൊടി എന്നൊക്കെ വിജയ് ചോദിക്കുമ്പോഴേക്കും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറിക്കഴിഞ്ഞു. ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, വീണവർക്ക് മുകളിലൂടെ ആളുകൾ ഓടുന്നു, എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അതിഭീകരമായ ദുരന്തം. പോലീസ് ലാത്തി വീശി. അതിനിടയ്ക്ക് അപകടത്തിന്റെ തോത് ഉയർന്നു. മരണം 40-നോട് അടുക്കുകയാണ്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും വിജയ് ഒന്നും മിണ്ടാതെ ആ നിമിഷം ഓടി മറയുകയാണ് ചെയ്യുന്നത്. நல்லதே நடக்கும். வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம். പോയിട്ട് വിജയ് എക്സിൽ പോസ്റ്റ് ഇടുന്നു. പിന്നീട് സ്വന്തം വീട്ടിൽ സുരക്ഷിതനായി തിരിച്ചെത്തുന്നു. വിജയ് രക്ഷപ്പെട്ടോടിയപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ സംഭവ സ്ഥലത്തേക്ക് എത്തി. ഇതാണ് വ്യത്യാസം താരവും രാഷ്ട്രീയക്കാരനൊക്കെ തമ്മിലുള്ള. അധികാരവും ശക്തിയും ഒക്കെ ഉത്തരവാദിത്വത്തോട് ചേർന്ന് നിൽക്കുമ്പോഴേ മനുഷ്യർ പ്രയോജനപ്പെടൂ, അതിന് സൗന്ദര്യമുള്ളൂ. ഒരു ദുരന്തം നടക്കുമ്പോൾ ഓടി സ്വന്തം തടി കഴിച്ചിലാക്കി വീട്ടിൽ പോയിരിക്കുകയാണോ വേണ്ടത്, അതോ ജനങ്ങൾക്കിടയിലേക്ക് സ്റ്റാലിനെ പോലെ ഇറങ്ങി വരികയാണോ വേണ്ടത്? 2024 ഫെബ്രുവരി 2 അന്നാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ
തമിഴക വെട്രി കഴകം തുടങ്ങുന്നത്. അപകടം നടന്ന ദിവസമാകുമ്പോഴേക്കും 604 ദിവസം കഴിഞ്ഞു ഈ പാർട്ടി രൂപീകരിച്ചിട്ട്. പാർട്ടിയുടെയും വിജയുടെയും ഭാവി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. 2025 സെപ്റ്റംബർ 27 തെളിയിക്കുകയാണ്. ഓടിക്കൂടുന്ന ആൾക്കൂട്ടത്തിന് ഒരിക്കലും വോട്ടായി മാറാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാനോ അച്ചടക്കമുള്ള ഒരു കൂട്ടമാകാനോ കഴിയില്ലെന്ന്. ഓടിക്കൂടുന്ന ജനം മുഴുവൻ ആർക്കുമുള്ള പിന്തുണയല്ല. അവർ ഓരോ പ്രതീക്ഷയോടെ വരികയാണ്. പലതും നേടാൻ വേണ്ടി ഫാൻസ് അസോസിയേഷനിലാണ് വിജയുടെ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. ആരാധകരുടെ കൂട്ടായ്മയ്ക്ക് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളാകാൻ 604 ദിവസം കഴിഞ്ഞിട്ടും സാധിച്ചില്ല. തനിക്ക് ലഭിച്ച മുന്നറിയിപ്പുകളൊക്കെ വിജയ് പുച്ഛത്തോടെ പരിഹാസത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. 2025 സെപ്റ്റംബർ 22 ദുരന്തം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമലഹാസൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഓടിക്കൂടുന്ന ജനമൊന്നും വോട്ടായി മാറുകയില്ലെന്ന്. ഇങ്ങനല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിജയ്ക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു അത്. വിജയ് കേട്ടില്ല. മൂത്തവരുടെ വാക്ക് മുതുനെല്ലിക്കുകയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇപ്പൊ വിജയ് അത് ഓർക്കുന്നുണ്ടാകായിരിക്കും അന്ന് കമലഹാസൻ പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്ന്. സിനിമയല്ല കേട്ടോ റിയൽ ലൈഫ്. ഈ ഓടിക്കൂടുന്ന ആരാധകരല്ല ശരിക്കും രാഷ്ട്രീയ പാർട്ടി. വിജയ് ഇപ്പോഴും DMKയെയും സ്റ്റാലിനെയും ഒക്കെ കുറ്റം പറയാനാണ് മുഴുവൻ എനർജിയും ഉപയോഗിച്ചിരുന്നത് ഇന്നലെ വരെ. വിജയുടെ റാലിയുടെ സുരക്ഷിതത്തെ ചൊല്ലി പോലീസും ഭരണകൂടവും വിജയുമായി നിരന്തര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാൻ വിജയ് തയ്യാറായിരുന്നില്ല. മാക്സിമം ആളുകൾ എത്തിക്കാനാണ് വിജയ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപകടത്തിൽ TVK വിജയുടെ പാർട്ടി ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അപകടമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. എന്നാൽ പാർട്ടി ഈ മുന്നറിയിപ്പ് അവഗണിച്ചു. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാർട്ടിയും നടനും പാർട്ടി അധ്യക്ഷനുമായ വിജയും ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തുറന്ന സ്ഥലത്തേക്ക് പരിപാടി നടത്തണമെന്ന് പാർട്ടിക്ക് നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. എന്നാൽ ഈ ഇടുങ്ങിയ സ്ഥലത്ത് അദ്ദേഹം നടത്തി. TVK നേതാക്കൾ ഇതിന് തയ്യാറായില്ലെന്നാണ് പോലീസ് പറയുന്നത്. നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് വിജയ് സമ്മേളനങ്ങളും റാലികളും നടത്തിയത്. ആളുകൾ മരത്തിൽ, ട്രാൻസ്ഫോർമറിൽ, ഉയർന്ന കെട്ടിടങ്ങളിലൊക്കെ പാഞ്ഞ് കയറി ഒരു നിർദ്ദേശവും പാലിക്കാതെ അക്രമാസക്തരായ ആൾക്കൂട്ടത്തെ പോലെയാണ് പെരുമാറുന്നത്. പലയിടത്തും മുമ്പും അപകടങ്ങളുണ്ടായി. നാഗപട്ടണത്ത് വിവാഹ മണ്ഡപത്തിന് മതിലിടിഞ്ഞു വീണു. തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെ കരൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക്. വിജയ് ഈ പദയാത്രയും റാലിയും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നൽകിയ പ്രസംഗത്തിൽ DMK ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. നിയന്ത്രണങ്ങൾ പാലിക്കാൻ വിജയ് തയ്യാറായില്ല. അവസാനം വൻ ദുരന്തത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. 2017 വിജയുടെ സിനിമ മേഴ്സൽ സിനിമയിലെ GSTയെ കുറിച്ചൊക്കെ സിനിമയിൽ പറഞ്ഞപ്പോൾ അത് മോദിക്ക് ഭയങ്കര കുറച്ചിലായി എന്ന് പറഞ്ഞ BJP-ക്കാർ ഇവിടെ വലിയ കോലാഹലവും ബഹളവും ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വിജയ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഈ സംഘവിരോധം എന്നാണ് അവർ അന്ന് പറഞ്ഞത്. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം അന്ന് നേരിട്ടു. സംഘി സമൂഹത്തിൽ നിന്ന്. വിജയ് ഈ സപ്പോർട്ടിന് നന്ദി പറഞ്ഞ എങ്ങനെയാണ്? ജീസസ് സേവ്സ് എന്ന തലക്കെട്ടുള്ള ലെറ്റർ ഹെഡിൽ ജോസഫ് വിജയ് എന്ന് സ്വയം അഭിസംബോധന ചെയ്ത ആ പേര് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായ വിജയ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ഗ്രഹിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാനുള്ളൂ. ആദ്യം പറഞ്ഞതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ നേതാവല്ല. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവനാണ് നേതാവ്. അധികാരം ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കാത്തവർ വെറും നടന്മാരെയാകൂ, നേതാവാകില്ല.